ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ വീട്ടിലെ ഒരു ദിവസം ആണ്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പം ചുട്ടു. അപ്പോഴേക്കും ഉമ്മ ചമ്മന്തിക്കറിയൊക്കെ ആക്കി, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ഒക്കെ ആക്കി നമ്മളെല്ലാവരും കൂടി കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ വൈകുന്നേരം നമ്മുടെ തട്ടുകടയിലത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി റെഡിയാക്കണം, ഫ്രൈ റെഡിയാക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിക്കൻ വൃത്തിയാക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കടയിലേക്ക് വന്നു. കാരണം കടയിൽ തേങ്ങ തിരുവുന്ന ഒരു മെഷീനുണ്ട്. അപ്പോൾ അതിൽ തേങ്ങ തിരുവിക്കൊണ്ട് പോയി കറിയൊക്കെ റെഡിയാക്കാമല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് കടയിലേക്ക് വന്നു. അപ്പോൾ വാപ്പ അവിടെ രാവിലത്തേക്കുള്ള പരിപാടികളൊക്കെ വാപ്പ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ ചായയൊക്കെ ഇടുന്ന ചായയും കടിയും കൊടുക്കുന്നുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഏറെക്കുറെ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. റെഡിയാക്കിയിട്ട് കടയിൽ കൊണ്ടുവച്ച് വിൽക്കുന്നു, അങ്ങനെയാണ്. ശേഷം ഞാൻ തിരികെ തേങ്ങയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ബീട്രൂട്ട് തോരനും ചക്കക്കൂട്ടാനും കുരുമുളക് കറിയൊക്കെയാണ് ഇന്ന് നമ്മുടെ ലഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മയെ ഹെൽപ്പ് ചെയ്തു, അരച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഉമ്മ അവിടെ കുക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ അടുത്ത് ക്ലീനിങ് സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ വീടൊന്ന് തൂത്ത് തുടയ്ക്കാം എന്ന് കരുതിയിട്ട് ആദ്യം തന്നെ മാറ്റുകളെല്ലാം എടുത്ത് കഴുകാനിട്ടു, സർഫൊക്കെ മുക്കി വെച്ചു. അതിനുശേഷം വന്ന് തൂത്ത് തുടയ്ക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കാനാണ്. സത്യത്തിൽ ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് ഇങ്ങനെ കുറേ നാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൊതിയാവും ഉമ്മ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കാനായിട്ട്. വീട്ടിൽ ഓടി എത്തുമ്പോൾ എനിക്ക് സത്യത്തിൽ ഉമ്മ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഉമ്മ അതെല്ലാം ഫുഡെല്ലാം റെഡിയാക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അരച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ തൂക്കുകയാണ്. തൂത്തിറക്കിയിട്ട് തുടച്ചിടുമ്പോൾ നല്ല വീട് ക്ലീനായി കിടക്കും. അപ്പോൾ ഉമ്മയെ സംബന്ധിച്ച് തൂപ്പും തുടപ്പും ഒക്കെയാണ് ഉമ്മക്ക് കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പണി. കാരണം നടുവിനൊക്കെ കുറച്ച് പ്രശ്നമാണ്. എന്നാലും ഉമ്മ തന്നെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. കാരണം വീട്ടിൽ നമ്മൾ ആരും ഇല്ലല്ലോ. അപ്പോൾ ഉമ്മ തന്നെയാണ് കൂടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉമ്മാക്ക് അത്രയും പണിയൊന്ന് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഈ കുറച്ച് കട്ടിപ്പണികളൊക്കെ നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. അതിന് ശേഷം അതിൻ്റെ അടിയിലുണ്ടായിരുന്ന വേസ്റ്റ്, കിച്ചണിൽ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് പുറത്ത് കളഞ്ഞു. എന്നിട്ട് ആ ബേസും നന്നായിട്ട് കഴുകി കൊണ്ടുവച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തെന്നൂർ വീട്ടിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ഡേ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഉമ്മായും വാപ്പായും ഒക്കെ കൂടെ ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്ക് നല്ലോണം മിസ് ചെയ്യും. ഇപ്പം പണ്ട് നമ്മളിങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് നമുക്ക് ഒരുപാട് ടൈം കിട്ടുമായിരുന്നു. നമ്മൾ വീട്ടിൽ പോയാൽ നമ്മളെ കൂടെ ഇരിക്കാനും കുറച്ച് നേരം സംസാരിക്കാനും ഒക്കെ നമ്മളെ ഉമ്മായും വാപ്പായും കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അവരെ ഒന്നും കിട്ടുന്നില്ല. കാരണം അവർക്ക് എപ്പോഴും ജോലിയാണ്. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവർക്ക് എപ്പോഴും ജോലി തന്നെ. നമ്മളുണ്ടെന്ന് വിചാരിച്ച് അവരെയൊന്നും ഇരിക്കുകയൊന്നുമില്ല, അവരും ജോലി ചെയ്യും. അങ്ങനെയാണ് നമ്മളെ വീട്ടിലൊരു പോക്കെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ തൂത്ത് തുടച്ചതിന് ശേഷം വന്ന് വൈകുന്നേരത്തെ കടി പരിപ്പ് വടയാണ്. അപ്പം ഉമ്മ പറഞ്ഞു പരിപ്പെടുത്ത് വെള്ളത്തിൽ ഇടുന്നു. അങ്ങനെ ഞാൻ അത് വടപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോഴേക്കും ഉമ്മ ഫുഡെല്ലാം റെഡിയാക്കിയൊക്കെ കഴിഞ്ഞു. പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിച്ചു. അൽഹംദുലില്ലാ. അതൊക്കെ ഭയങ്കര സന്തോഷം കിട്ടുന്ന സമയങ്ങളാണ്. കാരണം ആ സമയത്ത് മാത്രമാണ് നമ്മളൊന്ന് ഒരുമിച്ചിരുന്നത്. അപ്പോൾ അത്രയെങ്കിലും കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അതിന് ശേഷം ഐസ്ക്രീം കണ്ടല്ലോ, ഐസ്ക്രീമൊക്കെ കുടിച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് റെസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തൂത്തത്. മോളും ഞാനും കൂടിയാണ് തൂത്തത്. കുറേ സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഉമ്മാക്ക് സുഖമില്ലാത്ത കാരണം തൂപ്പ് വളരെ കഷ്ടപ്പാടാണ് അവിടെ, മിറ്റം തൂപ്പൊക്കെ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളാണ് തൂത്ത് കൊടുക്കുന്നത്. അങ്ങനെ തൂത്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ ആ സമയത്ത് ഉമ്മ അവിടെ കടയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പുവട റെഡിയാക്കുകയാണ്. ഉമ്മ പരിപ്പുവട ഒരറ്റത്ത് റെഡിയാക്കുന്നു, അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഉമ്മ ഉറട്ടിക്ക് വേണ്ടിയിട്ട് ഞവിടി അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഉമ്മയെ ഉറട്ടി ഉണ്ടാക്കാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. അതിന് ശേഷം ചായയും പരിപ്പുവടയൊക്കെ കുടിച്ചു. പിന്നെ നല്ല മഴയൊക്കെയാണ്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഉറട്ടിയും ചിക്കൻ കറിയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ
മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.